മുറികളിലേക്കും സ്ഥലങ്ങളിലേക്കും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഓൾറെഡി ദേഷ്യത്തിലാണ് പോകുന്നത് എങ്കിൽ പോലും അവിടെ ചെന്ന് എത്തിക്കഴിയുമ്പോൾ നമ്മളൊന്ന് ശാന്തമാവും, കുറച്ചൊരു മനസമാധാനം കിട്ടിയതുപോലെ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില മുറികൾ നമുക്ക് ഭയങ്കര ശാന്തമായിട്ട് ഫീൽ ചെയ്യും, എന്നാൽ ചില സ്ഥലത്താണെങ്കിൽ നമ്മൾ ഭയങ്കര അഗ്രസീവ് നേച്ചറിലേക്ക് മാറും. ഇത് ആ മുറികളിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ ഉണ്ടല്ലോ, പെയിന്റ് അടിച്ചിരിക്കുന്നില്ലേ ആ കളറ്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ കാര്യത്തിൽ ഉള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഇതിനെയാണ് കളർ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പലപ്പോഴും നാട്ടിൽ വീട്ടിലൊക്കെ പെയിന്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ കളർ സൈക്കോളജി ഒന്നും നോക്കിയിട്ടല്ല പെയിന്റ് അടിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ മൊത്തത്തിൽ പറയാറുണ്ട്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വീടിനകത്തേക്ക് വരണ്ട, കുറച്ച് ലൈറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് അധികം പേരും ഇത് ചെയ്യാറുള്ളത്. ഈ ഇടക്കാലത്താണ് അതിഭയങ്കരമായിട്ടുള്ള ഫ്ലൂറസൻ കളേഴ്സൊക്കെ നമ്മൾ വീടിന് അടിക്കാൻ തുടങ്ങിയത്. അപ്പോഴും കളർ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ഈ കളറുകൾ കൃത്യമായി നിങ്ങളുടെ ചിന്താഗതിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാ വീടുകളെയും വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ബ്ലിന്ന് നിൽക്കുന്ന ഒരു കളർ അതല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് നിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ ആ കളർ സൈക്കോളജി നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് കണക്കാക്കിയിട്ട് വേണം ആ പെയിന്റിന്റെ കളർ തിരഞ്ഞെടുക്കാൻ. ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ എവിടെയെങ്കിലും കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ബിസിനസിന്റെ കാര്യത്തിൽ ഇതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവോ? അവിടെയാണ് ബ്രാൻഡുകൾ അവരവരുടെ ലോഗോ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അതിൻ്റെ കളർ സ്കീം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സൈക്കോളജി. അത് കളർ സൈക്കോളജി തന്നെയാണ്, പക്ഷെ ഓരോ കളേഴ്സും ഓരോ കാര്യങ്ങളെ ഇംപ്ലിക്കേറ്റ് ചെയ്യും. ഒരുപക്ഷെ ഞാൻ എക്സാമ്പിൾസ് വെച്ച് പറയുമ്പോൾ നിങ്ങൾ തന്നെ പെട്ടെന്ന് റീകോൾ ചെയ്യും, ആ ശരിയാണല്ലോ, നമ്മളിത് എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ അതിന് ഈ അർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആസ് ഐ ഓൾവേസ് സേ, നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് പല കളേഴ്സും അതെന്താണ് ഓരോന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളതിൽ ഒരു കളർ റെഡ് ആണ് അല്ലേ, പെട്ടെന്ന് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു കളറാണ് റെഡ് എന്ന് പറയുന്നത്. റെഡ് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലോഗോയും കാര്യങ്ങളും ബ്രാൻഡുകളുടെ ലോഗോയും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് റീകോൾ ചെയ്യാൻ നോക്കിയാൽ ഏറ്റവും ആദ്യം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കൊക്കോകോള ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറില്ലേ, അത് നമ്മൾ പെട്ടെന്ന് തന്നെ അല്ല എവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൻ്റെ ലോഗോ ഒന്ന് ഓർത്ത് നോക്കിയേ, അതിനകത്ത് റെഡ് കളറില്ലേ. ഇങ്ങനെ കുറേ ലോഗോകളുണ്ട്. അതിൽ ഈ റെഡ് കളർ ഈ ബ്രാൻഡ് ഉപയോഗിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റെഡ് എന്ന് പറയുന്ന കളർ അത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രെങ്ത്, എക്സൈറ്റ്മെൻറ്റ്, ഈ കാര്യങ്ങളെയൊക്കെയാണ് റെഡ് എന്ന് പറയുന്ന കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ബ്രാൻഡുകളാണ് ഈ കളറിനെ അവരുടെ ലോഗോയിൽ ഉപയോഗിക്കുക. പിടികിട്ടോ? ഈ കൊക്കോകോള എന്ന് പറയുന്ന സാധനത്തിന് എന്താണ്, അതൊരു എക്സൈറ്റ്മെൻറ്റിനെ കാണിക്കുന്നില്ലേ, ഒരു സ്ട്രെങ്ത്തിനെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു ബ്രാൻഡ് കളർ ചൂസ് ചെയ്തതിനകത്ത് അവരത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. സെയിം ലൈക്ക് ദാറ്റ് യൂട്യൂബ്. അതുപോലെ തന്നെ റെഡിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷനാണ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന കളറാണ് റെഡ് എന്ന് പറയും. സോ ഈവൻ നിങ്ങൾ വാട്ട് ഇസ് ഇറ്റ്, ടെസ്ല, KFC ഒക്കെ ആലോചിച്ച് നോക്കുക. ഇനി ചില ബ്രാൻഡുകളുടെ പേര് നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതിനകത്ത് 2 കളർ ഉണ്ടല്ലോ, റെഡ് മാത്രമല്ലല്ലോ, ഫൈൻ, ബട്ട് വാട്ട് ഈസ് ദ പ്രിഡോമിനൻറ്റ് കളർ? ഓക്കെ, ആ കളറാണ് ആ ബ്രാൻഡ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം അത് പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാര്യം തന്നെ അതുകൊണ്ട് അവരെന്താണോ ആ ബ്രാൻഡിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇനി ചുമപ്പോടെ കേട്ടോ, നമുക്ക് നീലയിലോട്ട് വരാം. ബ്ലൂ കളറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ BMW, ഓക്കെ. പിന്നെ ഈ ഒരുമാതിരിപ്പെട്ട ടെക് കമ്പനികളുടെയൊക്കെ ലോഗോ ബ്ലൂ ആണ്. ഫോർ എക്സാമ്പിൾ HP, സാംസങ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് ബ്ലൂ കളറിൽ വരുന്നത്. ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഒരു ബാലൻസിനെയും ഒരു കാംനെസ്സിനെയും ഒക്കെ കാണിക്കുന്ന ഒരു കളറാണ് ബ്ലൂ കളർ. ഒരു അത്ര ഒഫെൻസീവ് അല്ലാത്തൊരു കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു തരത്തിലുള്ള കാംനെസ്. ഓക്കെ, ഓഷ്യൻ നമ്മൾ എന്താ പറയുക, ഒരു കാംനെസ്സിനെ കാണിക്കാറില്ലേ. അപ്പം അങ്ങനെ തരത്തിലുള്ള പല കാര്യങ്ങളും ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന കളറാണ് ബ്ലൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ബ്രാൻഡുകളും എപ്പോഴും ചൂസ് ചെയ്യുക ബ്ലൂ കളറായിരിക്കും. ഇനി ഇതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേർപ്പിൾ കളർ. പർപ്പിളിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതാണ്, കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ്. നിങ്ങൾ ആലോചിച്ച് ഡയറി മിൽക്ക് സ്പെസിഫിക്കലി, കാരണം അത്രയും ഫുൾ ചോക്ലേറ്റിൻ്റെ കവറിൻ്റെ കളർ എന്തായിട്ടാണ് പോയിരിക്കുന്നത്, പർപ്പിൾ കളറിലാണ് പോയിരിക്കുന്നത്. ഈവൻ ആ ബ്രാൻഡിൻ്റെ ലോഗോയും
കാഡ്ബറീസ് എന്നുള്ള ബ്രാൻഡ്. ഇങ്ങനെ വേറെ ഒരു നമ്മളിപ്പം ഈ ലക്ഷറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ വരുന്ന ഇനി ചിലതെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബ്രാൻഡുകളും പേർപ്പിൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ യാഹു, ബെൻക്യൂ ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നതും പേർപ്പിൾ ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓത്തൻറ്റിസിറ്റിയെ കാണിക്കാനും അതുപോലെ തന്നെ ഒരു ലക്ഷറിയെ കാണിക്കാനും ഒരു ക്വാളിറ്റിയെ കാണിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കളറായിട്ട് പേർപ്പിൾ കളറിനെ ആളുകൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പേർപ്പിളിൻ്റെ കളർ. ഇനി ഇതുപോലെ വേറെ എന്തൊക്കെ കളറുകൾ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കിയേ. ഓറഞ്ച് ഉണ്ട്, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒത്തിരി ബ്രാൻഡുകളും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഓരോ പ്രോജക്റ്റ് ബേസ് സ്കൂളിൻ്റെ വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ട് പറയാറുണ്ട്. റെസ്റ്റ് ഓഫ് ഇറ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ റിസർച്ച് ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള എന്നാൽ നിങ്ങൾ അത്തരത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. ആ ത്രെഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു യുവർ ഓൺ റിസർച്ച്. അപ്പോൾ ഇന്നത്തെ അസൈൻമെന്റ് ഇതാണ്. ബാക്കി വേറെ കുറേ കളേഴ്സ് ഉണ്ട്. ഫൈൻ, റീകോൾ ദോസ് കളേഴ്സ്. ആ കളേഴ്സ് വെച്ചുള്ള ബ്രാൻഡുകൾ നിങ്ങൾ റീകോൾ ചെയ്യുക. എന്തുകൊണ്ടാണ് ആ കളർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ കളർ സൈക്കോളജി എന്താണ് ഒന്ന് ആലോചിക്കുക. ഇനി വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ ഗൂഗിളിൻ്റെ ലോഗോ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു കളറാണോ അത്? മൾട്ടിപ്പിൾ കളേഴ്സ് ഇല്ലേ? ഒരു ഇങ്ങനെ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പലതരത്തിലുള്ള മോസ്റ്റ്ലി പ്രൈമറി കളേഴ്സ് ആണ്. ബട്ട് സ്റ്റിൽ ഒരു മൾട്ടി കളർ സാധനമാണ് ഗൂഗിൾ. അപ്പോൾ ഗൂഗിൾ എന്താണ് ഈ പറയുന്ന കളർ സൈക്കോളജി ഒന്നും പഠിക്കാഞ്ഞിട്ടാണോ അവർ ലോഗോ ഉണ്ടാക്കിയത്? അതിൻ്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ബ്രാൻഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിളിൻ്റെ ലോഗോയിൽ ഈബേയുടെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ നിങ്ങൾ മൾട്ടിപ്പിൾ കളേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പിന്നിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില തോട്ട് പ്രോസസ്സുകൾ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചും മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രോജക്റ്റ് ബി സ്കൂളാണ്. വാട്ട് ഈസ് പ്രോജക്റ്റ് ബി സ്കൂൾ? പ്രോജക്റ്റ് ബിസിനസ് സ്കൂൾ. ബിസിനസ് സ്കൂളിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ത്രെഡ് പഠിച്ചു പോകുന്നു. ദാറ്റ് ഈസ് ദിസ് വീഡിയോ സീരീസ്. സോ വാട്ട് എവർ യു വാണ്ട് ടു നോ, പ്ലീസ് സെൻഡ് ഇൻ ദോസ് തിങ്സ് ആസ് യുവർ കമന്റ്സ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.